ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഏഗൻ ലേണിംഗ്. ഇറ്റ്സ് മീ ഫാസിൽ. മക്കളെ, നമ്മുടെ ക്രിസ്മസ് എക്സാം ഇതാ എത്തിക്കഴിഞ്ഞു. +2 കമ്പ്യൂട്ടർ സയൻസിൽ ക്രിസ്മസ് എക്സാമിന് നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഓണം എക്സാമിന് നമ്മൾ ചാപ്റ്റേഴ്സ് പഠിച്ചു അല്ലേ? ഞാൻ അന്നേ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഓണം എക്സാമിന് നിങ്ങൾ ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം വളരെ സിമ്പിളായിട്ട് തോന്നും. കാരണം എന്താ, ആ ചാപ്റ്റേഴ്സും അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ചാപ്റ്റേഴ്സും കൂടെ ഉണ്ടാവുള്ളൂ. ആ ഇൻക്ലൂഡ് ചെയ്യുന്ന ചാപ്റ്റർ മാത്രം പിന്നെ പഠിച്ചാൽ മതി. മറ്റേത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഓർത്തു വെക്കുക, ക്രിസ്മസ് എക്സാമിന് പഠിച്ചാൽ നമ്മുടെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്ക് നോക്കാം, ഈ ഒരു ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ വെയിറ്റേജ് അറിഞ്ഞു വേണം പഠിക്കാൻ. ഓരോ ചാപ്റ്ററിനും എത്രയാണ് വെയിറ്റേജ് വരുന്നത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഫസ്റ്റ് മുതലാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സിൽ നിന്ന് വെറും 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 4 മാർക്കിനാണ് നമ്മുടെ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്, രണ്ടാമത്തെ ചാപ്റ്ററിൽ നിന്ന് 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഫ്ലക്ച്വേഷൻസ് വരാം. ആൻഡ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് ഓപ്പറേഷൻസ്, അതിൽ നിന്ന് 6 മാർക്കിനാണ്. അപ്പോൾ സ്റ്റാക്ക്, ക്യൂ, ലിങ്ക്ഡ് ലിസ്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് പഠിച്ചു പോവുക. 6 മാർക്കിന് ക്വസ്റ്റ്യൻ വരും. ആൻഡ് വെബ് ടെക്നോളജി, സിമ്പിൾ ചാപ്റ്റർ ആണ്, പഠിച്ചവർക്ക് അറിയാം, വളരെ സിമ്പിൾ ചാപ്റ്റർ ആണ്. ആ ഒരു വെബ് ടെക്നോളജിയിൽ വെബ്സൈറ്റിനെ കുറിച്ചും വെബ് സെർവറിനെ കുറിച്ചും പിന്നെ നമ്മുടെ HTML കുറിച്ചും ഒക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ നിങ്ങൾ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും പറയാം, ഈ ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സിൽ നിന്നാണ് ഭയങ്കര ഡിഫിക്കൽട്ട് എന്നൊക്കെ പല കുട്ടികളും പറയാറുണ്ട്. കോഡ് എഴുതാനൊക്കെ ബുദ്ധിമുട്ടെന്ന് പറയാറൊക്കെ ഉണ്ട്. സോ അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്നൊക്കെ വളരെ കുറഞ്ഞ മാർക്കിന് മാത്രമേ ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ചാപ്റ്ററുകളിൽ ഒന്നാണ് വെബ് ടെക്നോളജി. സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഓണം എക്സാമിന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കാണ് ഏത്, വെബ് ടെക്നോളജി എന്ന് പറയുന്ന ചാപ്റ്റർ. ആൻഡ് വെബ് ഡിസൈനിങ് യൂസിങ് HTML 11 മാർക്കിനാണ്. അപ്പോൾ ഷുവറായിട്ടും ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. കാരണം കണ്ടോ, HTML അതേ കമൻസിൻ്റെ ഒക്കെ ബാക്കി, അതായത് നമ്മുടെ ടാഗുകളുടെ ഒക്കെ ബാക്കിയാണ് നമ്മുടെ വെബ് ഡിസൈനിങ് യൂസിങ് HTML നമ്മൾ പഠിക്കുന്നത്. സോ 11 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആൻഡ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസിങ് ജാവാ സ്ക്രിപ്റ്റ്, അതും HTML പോലെ തന്നെയാണ്, ജാവാ സ്ക്രിപ്റ്റിൻ്റെ കോഡും കാര്യങ്ങളൊക്കെയാണ്. അതിൽ 9 മാർക്കിന് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആൻഡ് വെബ് ഹോസ്റ്റിംഗ്, വളരെ ചെറിയൊരു ചാപ്റ്ററാണ് ഹോസ്റ്റിങ്ങിനെ കുറിച്ച് പറയുന്ന. അതിൽ നിന്ന് 6 മാർക്കിന് ഡിഫറെൻറ്റ് ഹോസ്റ്റിങ്ങുകളെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്ററാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്ന 7ാമത്തെ ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8ാമത്തെ ചാപ്റ്റർ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് എന്താണെന്നും അതിലുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന, ആ ഒരു ഡാറ്റാബേസ് എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, ടേബിൾ എന്താണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ചാപ്റ്റർ. സോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് ഇനി നമ്മുടെ ക്രിസ്മസ് എക്സാമിനുള്ളൂ. ഷുവറായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ആൻസേഴ്സും എല്ലാം നമ്മൾ ലൈവുകളിൽ ഡിസ്കസ് ചെയ്യും. വരും കോണ്ടന്റ് വീഡിയോസിലൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് ലൈവിലൊക്കെ എല്ലാവരും വരണം. ഈ വെയിറ്റേജ് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. വെയിറ്റേജ് വെച്ചിട്ട് വേണം നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ. അല്ലാതെ വെറുതെ വാരി വലിച്ച് പഠിക്കരുത്. ആ ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ പഠിച്ചാൽ ഷുവറായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ പറയുന്നത് വെറും വാക്കല്ല, നിങ്ങൾ ഓണം എക്സാമിന് കണ്ടതാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏതൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ പഠിക്കണം, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് എങ്ങനെ ആൻസർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈവുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ വരും ലൈവുകളിൽ നിങ്ങൾ വരണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈവിലും കോണ്ടന്റ് വീഡിയോസിലായിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.